തിരുവനന്തപുരം ജില്ലയിലെ വെഞ്ഞാറമൂടിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായിട്ടുള്ള അതിദാരുണമായ കൂട്ടക്കൊലപാതകങ്ങൾ കേരളത്തിൻ്റെ മനസ്സാക്ഷിയെ പിടിച്ചുലച്ചിരിക്കുകയാണ്. ഈ അടുത്ത കാലത്തായി ഇതുപോലെയുള്ള ഒട്ടേറെ കൂട്ടക്കൊലപാതകങ്ങളുടെയും അതുപോലെ തന്നെ ഏറ്റവും വേണ്ടപ്പെട്ട ഉടയവരെ, ഏറ്റവും അടുത്ത ആളുകളെ തന്നെ കൊല്ലുവാൻ ഒരു മടിയുമില്ലാത്ത നിലയിലേക്ക് മനുഷ്യൻ്റെ മനസ്സ് മരവിച്ച, അതുപോലെയുള്ള മനോവൈകൃതമുള്ള ആളുകളുടെ എണ്ണം കൂടി വരുന്ന വാർത്തകൾ നിരന്തരമായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. എന്താണ് നമ്മുടെ നാടിന് സംഭവിക്കുന്നത്? ഓരോ വിഷയം വരുമ്പോഴും നമ്മൾ സംസാരിക്കുന്ന കാര്യം എന്താണ് നമ്മുടെ നാടിന് സംഭവിച്ചത്. മയക്കുമരുന്നിനെ നമ്മൾ പറയാറുണ്ട്. മദ്യവും മയക്കുമരുന്നും ഒരു പ്രധാനപ്പെട്ട പ്രശ്നം തന്നെയാണ്. പ്രത്യേകിച്ച് ഇതുപോലെയുള്ള കൊലപാതകങ്ങൾ നടത്തുന്നത് ചെറുപ്പക്കാരാണ് എന്നുള്ളത് ചെറുപ്പക്കാരുടെ മനസ്സിനകത്തേക്ക് ഈ നിലയിലുള്ള ഒരു വലയൻസ്, അക്രമ സ്വഭാവം, ക്രിമിനൽ സ്വഭാവം എങ്ങനെ വന്നു എന്ന് പരിശോധിക്കപ്പെടേണ്ടതല്ലേ? ഈ പുതിയ കാലഘട്ടത്തിലെ ചെറുപ്പക്കാർക്ക് ഈ പുതിയ കാലഘട്ടത്തിൽ എന്താണ് ഇത്രയധികം ആക്രമണ വാസന ഉണ്ടാവുന്നത്? ഇപ്പോൾ നോക്കൂ, തിരുവനന്തപുരത്ത് തന്നെ ഈ കുട്ടിയെ 23-കാരനായിട്ടുള്ള ഈ ചെറുപ്പക്കാരൻ കൊന്നിരിക്കുന്നത് സ്വന്തം അനിയനായിട്ടുള്ള 14 വയസ്സുള്ള ഒരു കുട്ടിയെയാണ്. അതുപോലെ തന്നെ അവൻ്റെ ഉമ്മയെ അവൻ കൊന്നിരിക്കുന്നു, അവൻ്റെ ഉപ്പയുടെ ഉമ്മയെ കൊന്നിരിക്കുന്നു, ഉപ്പയുടെ അനിയനെയും അനിയൻ്റെ ഭാര്യയെയും കൊന്നിരിക്കുന്നു, അതുപോലെ തന്നെ അവൻ്റെ കാമുകിയെ കൊന്നിരിക്കുന്നു. എന്താണ് ഇവരെ കൊലപ്പെടുത്താനുള്ള കാരണം? നമ്മൾ നോക്കൂ, നമുക്ക് ഒരാളെ നമുക്ക് ഒന്ന് പെട്ടെന്ന് വികാരത്തിൻ്റെ പുറത്തൊന്ന് തല്ലണമെങ്കിൽ പോലും നമ്മളെ മനസ്സ് എത്രത്തോളം പ്രകോപിതനാവണം, അല്ലേ? നമ്മളെ മക്കളാണെങ്കിലും ശരിയും അല്ലെങ്കിൽ വേറെ ആരാണെങ്കിലും ശരി, നമുക്ക് ഒരാളെ തല്ലണം എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് നമ്മുടെ കൈയൊന്ന് തല്ലാൻ വേണ്ടി ഓങ്ങണമെന്നുണ്ടെങ്കിൽ നമ്മൾ എത്രത്തോളം പ്രകോപിതനാവണം? ഇവിടെ നോക്കൂ, 5 മനുഷ്യരെ കൊല്ലാൻ മാത്രം ഇയാൾക്ക് എന്ത് പ്രകോപനമാണ് ഉണ്ടായത്? എന്ത് പ്രകോപനം ഉണ്ടായാലും സ്വന്തം അനിയനൊക്കെ ഹാമർ കൊണ്ട്, ചിറ്റിക കൊണ്ട് അടിക്കുന്ന സമയത്തുള്ള മനസ്സ് അതെങ്ങനെ സംഭവിക്കും? ഒരു ജീവനെ അങ്ങനെ തല്ലാൻ, സ്വന്തം ഉമ്മയെ, സ്വന്തം ഉപ്പയുടെ ഉമ്മയെ, 95 വയസ്സുള്ള ഒരു പ്രായമുള്ള സ്ത്രീയെ എങ്ങനെയാണ് ഇങ്ങനെ ചെയ്യാൻ കഴിയുന്നത്? ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാൻ കഴിയും? മനുഷ്യന്റെ മനസ്സല്ല. ഇപ്പോൾ നോക്കൂ, അവനെക്കുറിച്ച് അവൻ്റെ നാട്ടുകാർ പറയാണ് നല്ല ചെക്കനാണ്, നല്ല സ്വഭാവമാണ്, എപ്പോഴും കാണാറുണ്ട്, ചിരിക്കാറുണ്ട്, വർത്തമാനങ്ങൾ പറയാറുണ്ട്. ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കണം? നമുക്ക് മുന്നിൽ ചിരിക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും അവൻ്റെ മനസ്സിനകത്ത് ഒരു ക്രിമിനൽ വളർന്നു നിൽക്കുന്നു എന്നുള്ളതാണ്, ഒളിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ആ ക്രിമിനലാണ് ഒരു ഘട്ടത്തിൽ അവൻ്റെ ഏറ്റവും അടുത്ത ആളുകളിലേക്ക് ഒരു ക്രിമിനൽ പ്രവർത്തനമായി, കൊലപാതകമായി വരുന്നത്. എല്ലാവരോടും ചിരിച്ച ആള്, കഴിഞ്ഞ ദിവസം വരെ ഒരു ക്രിമിനൽ ഹിസ്റ്ററി പോലും ഇല്ലാത്ത ആള്, ഒരു കേസിൽ പോലും പെടാത്ത ഒരാള്, ഒരു സുപ്രഭാതത്തിൽ ഏറ്റവും അടുത്ത 5-6 പേരെ കൊല്ലാൻ തയ്യാറാവുന്നു എന്ന് പറഞ്ഞാൽ എത്രത്തോളം പരിതാപകരമാണ് അവൻ്റെ മനസ്സുണ്ടായിട്ടുണ്ടാവുക. എന്നിട്ട് എല്ലാവരോടും ചിരിക്കുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്, എല്ലാ ആളുകളും ജീവിക്കുന്നത് സാധാരണ പോലെ അവൻ ജീവിക്കുന്നുണ്ട്. പക്ഷെ അവൻ്റെ മനസ്സിനകത്ത് ഈ ക്രിമിനൽ പ്രവർത്തനങ്ങൾ ഉരുണ്ടുകൂടിയിരിക്കുന്നു, അവൻ്റെ മനസ്സിനകത്ത് പ്രകോപനം ഉരുണ്ടുകൂടിയിരിക്കുന്നു. ആ പ്രകോപനം നമുക്ക് ആർക്കും കാണാൻ കഴിയുന്നില്ല. എങ്ങനെയാണ് ഈ പുതിയ ആളുകൾക്കിടയിൽ ഈ നിലയിൽ പ്രകോപനം ഉണ്ടാവുന്നത്? അതിന് മയക്കുമരുന്ന് ഒരു കാരണം തന്നെയാണ്. പക്ഷേ മയക്കുമരുന്ന് മാത്രമല്ല, മയക്കുമരുന്ന് ഉപയോഗിച്ചത് കൊണ്ട് മാത്രം ആളുകളുടെ മനസ്സിനകത്ത് പ്രകോപനം ഉണ്ടാവണം എന്നില്ല. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം, നമ്മൾ മയക്കുമരുന്നിനെ മാത്രം പറയുമ്പോൾ മയക്കുമരുന്ന് ഉപയോഗിച്ചതുകൊണ്ട് മാത്രം ഒരാൾ ക്രിമിനൽ ആകുമോ? മയക്കുമരുന്ന് ഉപയോഗിച്ചത് കൊണ്ട് മാത്രം ഒരാൾ ക്രിമിനൽ ആകണമെന്നില്ല. മറിച്ച് മയക്കുമരുന്ന് ഉപയോഗിക്കുമ്പോൾ അവൻ്റെ മനസ്സിനകത്തുള്ള ക്രിമിനൽ സ്വഭാവങ്ങൾ പുറത്തേക്ക് വരുന്നു എന്ന് വേണം കാണാൻ. അപ്പോൾ ഈ പുതിയ തലമുറയിലെ ആളുകളെ ഈ ക്രിമിനൽ വൈകൃതങ്ങളിലേക്ക് തള്ളിവിടുന്നതിന് ഉത്തരവാദിത്തം ആർക്കാണ്? അതിൽ സിനിമകൾക്ക് നല്ല പങ്കുണ്ട് എന്ന കാര്യത്തിൽ തർക്കമല്ല. അത് കൊലപാതകങ്ങളുടെ കണക്കിൽ മാത്രമല്ല, ആളുകളെ ക്രൂരമായി മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ നിരവധിയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിഞ്ഞത്. റാഗിങ്ങുകളുടെ പേരിലും ഒക്കെ തന്നെയും മനുഷ്യ മനസാക്ഷിക്ക് അംഗീകരിക്കാൻ കഴിയാത്ത, ഒരു മനുഷ്യനെ ചെയ്യുമെന്ന് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത പ്രവർത്തനങ്ങളാണ് റാഗിങ്ങുകളുടെ പേരിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ മയക്കുമരുന്ന് ഉപയോഗം കൊണ്ട് മാത്രമാണ് എന്ന് പറയാമെങ്കിലും ഈ മയക്കുമരുന്ന് ഉപയോഗിക്കുമ്പോൾ അവനിലേക്ക് ഇത്ര പെട്ടെന്ന് ഈ ക്രിമിനൽ പ്രവർത്തനങ്ങൾ എത്തുന്നത് അവൻ്റെ മനസ്സിനകത്ത് ഈ നിലയിലുള്ള പ്രകോപനം
നിരന്തരമായി ഉണ്ടാകുകയും അത് മയക്കുമരുന്ന് ഉപയോഗിക്കുമ്പോൾ പുറത്തേക്ക് വരികയും ചെയ്യുന്നു എന്നുള്ളതാണ്. ഈ പുതിയ കാലത്ത് എന്തുകൊണ്ടാണ് മനുഷ്യർക്ക് ഇത്രയും പ്രകോപനം ഉണ്ടായത്, ഇത്രയും മനോവൈകൃതം ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? അതിൽ പണം ഇല്ലാത്തതിൻ്റെ നൈരാശ്യം ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. ഇപ്പോൾ നോക്കി, ഈ കുടുംബത്തിൽ തന്നെ പണത്തിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു. സാമ്പത്തികമായ പ്രയാസങ്ങൾ നിരന്തരമായി ഉണ്ടായപ്പോൾ അവൻ്റെ മനസ്സിനകത്ത് എന്തൊക്കെയോ ദേഷ്യങ്ങളും അതുപോലെ തന്നെ പ്രകോപനങ്ങളും ഉരുണ്ടുകൂടി സങ്കടമായിട്ട് തുടങ്ങിയതായിരിക്കാം, അത് ദേഷ്യമായി മാറിയതായിരിക്കാം. ഏതായാലും സാമ്പത്തികമായിട്ടുള്ള അസമത്വം, അതുപോലെ തന്നെ കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങളും കൊടുക്കാൻ അതിലേറ്റവും പ്രധാനമായിട്ട് തോന്നിയിട്ടുള്ളത് പ്രവാസികളുടെ മക്കൾ പലപ്പോഴും ഇത്തരത്തിൽ, അല്ലെങ്കിൽ ഉപ്പ അടുത്തില്ലാതെ, ഉപ്പയുടെ സാമീപ്യം വളരെ പ്രധാനപ്പെട്ടതാണ് മക്കളെ സംബന്ധിച്ചിടത്തോളം. അച്ഛൻ്റെ ഉപ്പ അല്ലെങ്കിൽ അച്ഛൻ എന്നൊക്കെ നമ്മൾ പറയും, മതപരമായ മാറ്റങ്ങൾക്കനുസരിച്ചിട്ടൊക്കെ പറയും. ഏതായാലും പിതാവിൻ്റെ കൃത്യമായിട്ടുള്ള പിതാവ് അടുത്ത് നിന്ന് മക്കളെ വളർത്തിയ, കാരണം ഒരു അമ്മക്ക് എപ്പോഴും മക്കൾക്ക് ഒരുപാട് സ്നേഹം കൊടുക്കാൻ കഴിയും, അവരെ സ്നേഹിക്കാൻ അമ്മമാർക്ക് കഴിയും. പക്ഷേ കരുതൽ കൊടുക്കുന്നത് പലപ്പോഴും അച്ഛനാണ്. മക്കളുടെ ഭാവി, മക്കളെ എങ്ങനെയാവണം, അവരെങ്ങനെ വളരണം, അവർക്ക് എന്തെങ്കിലും പെശകുകൾ ഉണ്ടെങ്കിൽ അത് ഏറ്റവും എളുപ്പത്തിൽ കണ്ടെത്തി അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുത്ത്, ഉപദേശങ്ങൾ കൊടുത്ത് നേരായ വഴിയിലേക്ക് നയിക്കാൻ എപ്പോഴും കഴിയുന്ന ആളുകൾ അച്ഛന്മാരാണ്, പിതാക്കളാണ്. പിതാക്കന്മാർക്കാണ് അത് കഴിയുക, പിതാവിനാണ് അത് കഴിയുക. പലപ്പോഴും പ്രവാസികളാവുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നം എന്ന് വെച്ചാൽ മക്കളുടെ വിഷയങ്ങൾ നേരിട്ടിടപെടാൻ പരിമിതികൾ ഉണ്ടാവുന്നു രക്ഷിതാക്കൾക്ക്. അവർക്ക് ആകെ ചെയ്യാൻ കഴിയുന്നത് വിദേശത്ത് നിന്ന് പണം അയച്ചു കൊടുക്കുക അവരുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്. നാട്ടിൽ എന്ത് ചെയ്യുന്നു, എങ്ങനെ ചെയ്യുന്നു എന്നുള്ളത് അവിടെ ഇരുന്ന് ഫോണിലിരുന്നിട്ട് കുറേ കാര്യങ്ങൾ ഇങ്ങനെ പ്രോസസ്സിങ്ങിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക എന്നല്ലാതെ അതിനെ പല രീതിയിലും എന്തിനാണ് എൻ്റെ ഉപ്പാക്ക് എന്നോട് ഇത്രയും, എൻ്റെ കാര്യത്തിൽ ഇത്രയും ശ്രദ്ധ എന്നൊക്കെ തോന്നുമെങ്കിലും അവർക്ക് അവിടെ ഇരുന്ന് പറയാൻ മാത്രമേ കഴിയുള്ളൂ. പാവം, അവർക്കറിയാം ഈ നാടിൻ്റെ അവസ്ഥ എന്താണെന്നുള്ളത്. തങ്ങളുടെ മക്കൾ വഴിതെറ്റി പോകുമോ എന്ന പേടിയിൽ ഫോൺ വിളിച്ചിട്ടൊക്കെ ഉപദേശിക്കും എന്നല്ലാതെ അതിനപ്പുറം ഒന്നും ചെയ്യാൻ അവരെ കൊണ്ട് കഴിയില്ല. നേരിട്ട് ഉപദേശിക്കാനോ നേരിട്ട് വഴി നടത്താനോ കഴിയുന്നില്ല. എന്നാൽ അമ്മമാർക്കാണെങ്കിലും ഉമ്മമാർക്കാണെങ്കിലും സ്നേഹം മാത്രമേ കൊടുക്കാൻ അറിയൂ. അവർക്ക് ഇവരുടെ ഇതിൻ്റെ മക്കൾ പറയുന്ന ചെറിയ ചെറിയ തരികടകൾ, ഉടായ്പകൾ, നുണകൾ ഇതൊന്നും മനസ്സിലാക്കാൻ മാത്രം അവർ പുറത്തെ എല്ലാ വിഷയങ്ങളിലും പ്രാഗൽഭ്യമുള്ള ആളുകളല്ല. അപ്പം ഇങ്ങനെ വരുമ്പോൾ മക്കൾ പതിയെ പതിയെ പോവാണ്. അപ്പോൾ പ്രവാസികളായ ആളുകളുടെ മക്കൾക്ക് സംഭവിക്കുന്ന ഒരു ദുരന്തമായിട്ട് കൂടി ഇത് വരുന്നുണ്ട്. അങ്ങനെ അത് പിന്നീട് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന സിനിമകൾ, കഥകൾ, വാർത്തകൾ എല്ലാം പ്രകോപനത്തിൻ്റെതാണ്. എല്ലാം പ്രകോപനത്തിൻ്റെതാണ്, തല്ലിൻ്റെയും വക്കാണത്തിൻ്റെയുമാണ്. ആളുകൾക്കിടയിൽ പ്രകോപനം കൂടിയിരിക്കുന്നു, ദേഷ്യം കൂടിയിരിക്കുന്നു, തമ്മിൽ തല്ല് കൂടിയിരിക്കുന്നു, ഒന്ന് പറഞ്ഞ രണ്ടാമത്തിന് അടിയും കൊലയുമായിരിക്കുന്നു. ഇതിൻ്റെ കൂടെ മയക്കുമരുന്ന് കൂടി ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന അത്യാപത്ത്. സിനിമകളിലൊക്കെ വയലൻസിനെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുകയാണ്. ഈ നിലയിൽ സമൂഹത്തിനകത്ത് വലിയ നിലയിലുള്ള ഒരു വിപത്തായി ഇത് മാറിയിരിക്കുകയാണ്. അതിൻ്റെ പ്രതിഫലനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും അപകടകരമായ കാര്യം, പലപ്പോഴും ക്രിമിനൽ പ്രവർത്തനങ്ങളിൽ മുൻപരിചയമുള്ള ആളുകളല്ല ഇത്രയും വലിയ അക്രമങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും അത്ഭുതപ്പെടുന്ന അയൽവാസികൾ. ഇന്നലെ വരെ നല്ല നിലയിൽ നടന്നിരുന്ന, എപ്പോഴും ചിരിച്ചിരുന്ന നല്ലൊരു കുട്ടി എന്തു പറ്റി അവന് എന്താണ് ചോദിക്കുന്നത്. ഇതാണ് ഏറ്റവും നമ്മളെ പേടിപ്പെടുത്തുന്നത്. അതായത് നമുക്കിടയിലൊക്കെ ചിരിച്ചും കളിച്ചും സന്തോഷിച്ചിരിക്കുന്ന ആളുകൾ തന്നെയാണ് നാളെ കൊലപാതകങ്ങളിലേക്ക് പോകുന്നതും എന്ന് പറയുമ്പോൾ നമുക്ക് തൊട്ടടുത്തുള്ള ആളുകൾ വിശ്വസിക്കാൻ കഴിയും? ആരൊക്കെ എന്തൊക്കെ ചെയ്യാനാണ് ഈ വന്ന് നമ്മളോട് ചിരിച്ചു നിൽക്കുന്നത് എന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ കഴിയും? ഈ നിലയിൽ മുമ്പൊക്കെ ഗുണ്ടകൾ എന്ന് പറയുമ്പോൾ നമുക്ക് ഗുണ്ടകളുടെ ഭാഗത്ത് നിന്ന് വഴി മാറി നിൽക്കാമായിരുന്നു, അല്ലെങ്കിൽ അവർ തമ്പടിക്കുന്ന ഏരിയയിലേക്ക് പോകാതിരിക്കാമായിരുന്നു. ഇത് ഏറ്റവും അടുത്ത ആളുകൾ, നമ്മുടെ വീടിനകത്തെ മക്കൾ, നമ്മുടെ ഏറ്റവും അടുത്ത ബന്ധുക്കൾ, നമ്മുടെ വീട്ടിൽ എപ്പോഴും വരുന്ന, നമുക്ക് ഒരിക്കലും തടയാൻ കഴിയാത്ത ആളുകൾ നമ്മളെ കൊല്ലാനും നമ്മളെ ആക്രമിക്കാനും അപായപ്പെടുത്താനും വരുന്നു എന്ന് പറയുന്ന ഏറ്റവും ഖേദകരമായ കാര്യമാണ്. ഇതിനെതിരെ സമൂഹം ഉണരണം, ഗവൺമെൻറ് ഉണരണം, മതമേഖലാ നേതാക്കന്മാർ, മതപണ്ഡിതന്മാർ, മേഖലാ അധ്യക്ഷന്മാർ, അവരൊക്കെ മതത്തിൻ്റെയും അതിൻ്റെയും പേരിൽ തമ്മിൽ തല്ല് നിർത്തിയിട്ട് ഇത് സമൂഹത്തിൻ്റെ ഒരു പൊതുവിപത്തായി മാറിയിരിക്കുന്നു എന്നറിഞ്ഞ് ഇതിൻ്റെ കൃത്യമായ കാരണം കണ്ടുപിടിച്ചിട്ട് അതിനെ ചികിത്സിക്കാൻ ആയാൽ മാത്രമാണ് നമുക്ക് ഈ ഒരു വലിയ വിപത്തിൽ നിന്ന്, അപകടത്തിൽ നിന്ന് നമുക്ക് തിരിച്ചു വരാൻ കഴിയുള്ളൂ എന്ന കാര്യത്തിൽ ഒരു തർക്കമില്ല.